ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി മാസം 23 കുംഭമാസത്തിലെ ഭരണിയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുംഭഭരണി, മീനമാസത്തിലെ ഭരണി ഇതൊക്കെ തന്നെ വളരെ വിശേഷമായിട്ട് കരുതുന്നു. പ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം അമ്മയാണ്, ദേവിയാണ്. പ്രകൃതി തന്നെയാണ് ദേവി. ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം. ഇത് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അവരുടെ നിലനിൽപ്പിന് ആധാരം ഭഗവതിയാണ്, പ്രകൃതിയാണ്. നമുക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഒരു കാര്യവും നടക്കുന്നില്ല, എല്ലാത്തിനും ഒരു തടസ്സം, ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആശങ്ക, ഭാവിയെ പറ്റിയിട്ട് നാളെ അത് ശരിയാകുമോ, കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വരുമോ, പൈസ ഉണ്ടാകുമോ, ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആശങ്കകൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കാറുണ്ട്. ശരിയാകുമോ, അത് ചെയ്താൽ ശരിയാകുമോ, അവിടെ പോയാൽ ശരിയാകുമോ, പോകാൻ പറ്റുമോ, അസുഖങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. സംഘർഷങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പുമാണ്. ഇതിൽ നിന്നൊക്കെ പരിഹാരം നേടുന്നതിനായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. അതുകൊണ്ടാണ് കാളി ഉപാസകരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അവർ വിചാരിക്കുന്ന കാര്യം അവർ നേടിയെടുക്കും, അവർക്കതിന് സാധിക്കും. നമുക്കവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര നല്ല ഒരു പ്രൊട്ടക്ഷൻ, അത്ര നല്ല ഒരു രക്ഷാ കവചമാണ് ദേവി തൻ്റെ ഭക്തർക്ക് ഒരുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബംഗാളിലൊക്കെ നമുക്കറിയാം, കാളിമാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശ്വാസമാണ്. നമുക്ക് അവിടെ ചെന്ന് കാളിമാതാവിനെ പറ്റി എന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയിലൊന്ന് പറയാനോ അല്ലെങ്കിൽ ഒന്ന് നോക്കാനോ പോലും പറ്റില്ല. തല വെട്ടിക്കളയും അവർ. കാരണം അവരുടെ ശ്വാസമാണ് കാളിമാതാവ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ട് 2026 ഫെബ്രുവരി മാസം 23 ഭദ്രകാളി പ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുകയും, ചുവന്ന വസ്ത്രം ധരിക്കുകയും, ചുവന്ന പൂക്കൾ കൊണ്ട് ഭഗവതിക്ക് അഭിഷേകം ചെയ്യുകയും, അർച്ചന ചെയ്യുകയും, ദേവി പ്രീതികരങ്ങളായ നാമങ്ങൾ ജപിക്കുകയും, ഗുരുതി നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയും, രക്തപുഷ്പാഞ്ജലി നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കടും പായസം കഴിപ്പിക്കാൻ, കഠിനപ്പായസം, കടും പായസം എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയും. അങ്ങനെ പായസം കഴിപ്പിക്കുന്നത് അതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ശത്രുദോഷങ്ങൾ മാറുന്നതിന്, മനസ്സിലെ ഭീതി അകറ്റുന്നതിന്, അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറുന്നതിന്, കണ്ണേറ് ദോഷങ്ങൾ മാറുന്നതിന്, വിദ്യാപുരോഗതിക്ക്, സാമ്പത്തിക തടസ്സങ്ങൾക്ക്, സമ്പത്തുണ്ടാകുന്നതിന്, ജോലി കിട്ടുന്നതിന്, മനസമാധാനം കിട്ടുന്നതിന്, ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഒഴിവാക്കുന്നതിനൊക്കെ തന്നെ എന്തിനു പറയുന്നു, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനായിട്ട് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കണം. ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഭരണി നക്ഷത്ര ദിവസം. അതിൽ തന്നെ കുംഭമാസത്തിലെയും മീനമാസത്തിലെയും ഒക്കെ ഭരണിക്ക് വലിയ വലിയ പ്രത്യേകതകളാണ് ഉള്ളത്. ആരാണ് ഈ ഭദ്രകാളി? നമുക്കറിയാം, ശിവരൂപിയാണ് ഭദ്രകാളി, അല്ലേ? ഭദ്രകാളിയുടെ ഉൽപ്പത്തിയെ പറ്റിയും ഭദ്രകാളി ചരിതത്തെ പറ്റിയുമൊക്കെ ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശിവപുരാണത്തിൽ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഒരുപക്ഷെ വിശദമായി തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭദ്രകാളി ചരിതം. നമുക്ക് അതൊന്ന് നോക്കാം. ആ കഥ പറഞ്ഞതിന് ശേഷം നമുക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു നാമവും കൂടി പഠിക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് ഈ കഥ, ഭാഗവതത്തിലെ ഈ കഥ അവസാനം വരെ കേൾക്കണം. ഹരേ കൃഷ്ണ. നമുക്ക് കഥയിലേക്ക് കടക്കാം. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നിരന്തരം യുദ്ധമാണ്. ഓരോ അസുരൻ മരിച്ചു വീഴുമ്പോഴും അസുരൻ്റെ
ആചാര്യനായ അസുര കുലഗുരുവായ ശുക്രാചാര്യർ അവിടെ വരികയും മരിച്ചു വീഴുന്ന അസുരനെ മൃതസഞ്ജീവനി എന്ന മന്ത്രം ഉപയോഗിച്ചിട്ട് ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അസുരന്മാര് മരിച്ചാലും ജീവിക്കുമെന്ന അവസ്ഥയായി. അങ്ങനെ എല്ലാ യുദ്ധത്തിലും ദേവന്മാര് പരാജയപ്പെടുന്നു. ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ ചെന്ന് കാണുന്നു. എന്നിട്ട് സങ്കടം പറയുന്നു. അങ്ങനെ മഹാവിഷ്ണു ദേവന്മാരെ സഹായിക്കുന്നതിനായി ആ യുദ്ധഭൂമിയിലേക്ക് വരികയും തൻ്റെ ദിവ്യായുധമായ സുദർശന ചക്രത്തെ അയച്ചിട്ട് ധാരാളം അസുരന്മാരെ വധിക്കുകയും ചെയ്തു. സുദർശനം ഉപയോഗിച്ച് അല്ലെങ്കിൽ സുദർശനത്തിൻ്റെ പ്രഹരം കൊണ്ട് മരിച്ചുപോയ അസുരന്മാരെ ശുക്രാചാര്യർക്ക് ജീവിപ്പിക്കുവാൻ സാധിച്ചില്ല. അതോടുകൂടി അസുരന്മാരെല്ലാവരും ഭയപ്പെടുകയും ബാക്കി അവശേഷിച്ച അസുരന്മാരെല്ലാവരും കൂടി പാതാളത്തിലേക്ക് ഓടിപ്പോയി അവിടെ ഒളിച്ചു താമസിക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ പാതാളത്തിൽ ആൺവർഗത്തിൽപ്പെട്ട ആളുകൾ തീരെയില്ല എന്ന അവസ്ഥയായി. സ്ത്രീകളിലധികവും വിധവകളാണ്. കൊല്ലപ്പെട്ട അസുര രാജാവിൻ്റെ പത്നിമാരാണ് ദാരുവതിയും ദാനവതിയും. രാജ്യത്തിനും വർഗത്തിനും ഭാവി രക്ഷയ്ക്കും വേണ്ടി അവർ കുലഗുരുവായ ശുക്രാചാര്യരെ ചെന്നു കാണുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ബ്രഹ്മദേവനെ തപസ് ചെയ്യുകയും ചെയ്തു. അവരുടെ കഠിനമായ തപസ് കണ്ട് സന്തുഷ്ടനായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. വംശം നിലനിൽക്കണം, കുട്ടികളില്ല, വീരസന്താനങ്ങൾ ഉണ്ടാകണമെന്ന് അവർ അപേക്ഷിച്ചു. അത്യുഗ്ര പരാക്രമശാലികളായ ഓരോ പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് ബ്രഹ്മദേവൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ രണ്ട് പേർക്കും, ഈ രണ്ട് സ്ത്രീകൾക്കും വളരെയധികം സന്തോഷമാവുകയും അവർ പാതാളത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ കാര്യം അവർ ശുക്രാചാര്യരോട് പറഞ്ഞു. കാലക്രമേണ അവർ ഗർഭം ധരിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവർ ഓരോ പുത്രന്മാരെ പ്രസവിക്കുകയും ചെയ്തു. ദാരുവതിയുടെ പുത്രന് ദാരുകനെന്നും ദാനവതിയുടെ പുത്രന് ദാനവനെന്നും പേരിട്ടു. ദാരുകൻ എന്ന പേര് പിന്നീട് ദാരികൻ എന്ന പേരായി തീരുകയും ചെയ്തു. ദാരുവതിയുടെ തപശക്തി ദാനവതിയുടെ തപശക്തിയേക്കാൾ കൂടിയിരുന്നതിനാൽ ദാനവനേക്കാൾ ദാരികന് കൂടുതൽ ബലമുണ്ടായി. ദാരികൻ കൂടുതൽ ബലവാനും പരാക്രമശാലിയുമായി തീരുകയും ചെയ്തു. ശുക്രാചാര്യരുടെ കീഴിൽ സർവ്വവിധത്തിലുള്ള വിദ്യകളും അഭ്യസിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വളരുകയാണ്. ആ കാലത്തിൽ വനങ്ങളിൽ ഒളിച്ചു താമസിച്ചിരുന്ന മറ്റ് അസുരന്മാരും നാട്ടിലേക്ക് തിരിച്ചു വന്നു. വിധവകളായിരുന്ന സ്ത്രീകളും അവർ ധാരാളം ഭർത്താക്കന്മാരെ സ്വീകരിക്കുകയും അവരുടെ സന്താനങ്ങൾ അങ്ങനെ സന്താനങ്ങളെ കൊണ്ട് ആ അസുരകുലം സമൃദ്ധി പ്രാപിക്കുകയും അങ്ങനെ അസുരന്മാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു അനുപാതമില്ലാതെയായി. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ധാരാളം ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടി വന്നു. കാരണം പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു, സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു. അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അസുരക്കുട്ടികൾ. അങ്ങനെ അസുരന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ദാരികനും ദാനവനും മാതാക്കളുടെ ഉപദേശമനുസരിച്ചിട്ട് ഗോകർണത്തു പോയി ബ്രഹ്മദേവനെ തപസ്സു ചെയ്തു. എന്നിട്ട് ഉഗ്രവരങ്ങൾ സമ്പാദിച്ചു. ഞാൻ എന്നും അജയ്യനായിരിക്കണം, ഞാൻ ആരാലും വധിക്കപ്പെടാൻ പാടില്ല, അഥവാ മരണം കൂടിയേ തീരൂ എങ്കിൽ അയോനിജയായ ഒരു സ്ത്രീ എന്നെ കൊന്നുകൊള്ളട്ടെ. അയോനിജ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ത്രീയുടെ യോനിയിൽ കൂടി ജനിച്ചവൾ അല്ലാത്തവൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീ എന്നെ കൊന്നുകൊള്ളട്ടെ.
യുദ്ധമുണ്ടായാൽ എൻ്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ ദാരുകൻ വീതമുണ്ടാകണം. രക്തബീജന്റെ കഥ പോലെ. ഇതാണ് ചോദിക്കുന്നത്. ഇവയെല്ലാം തന്നെ ബ്രഹ്മദേവൻ സന്തോഷത്തോടുകൂടി അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാം കൊടുത്തു. ദാനവനും അവൻ ആവശ്യപ്പെട്ട എല്ലാ വരങ്ങളും ബ്രഹ്മദേവൻ കൊടുക്കുകയും ചെയ്തു. ആരെന്തു ചോദിച്ചാലും ബ്രഹ്മദേവൻ കൊടുക്കും. ഭാവിയിൽ എന്തൊക്കെ ആപത്തുണ്ടാകുമെന്ന് പലപ്പോഴും ബ്രഹ്മദേവൻ ചിന്തിക്കുകയുമില്ല. അതിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നീട് മഹാവിഷ്ണുവും ശിവനുമൊക്കെ അല്ലെങ്കിൽ ദേവിമാരുമൊക്കെ പിന്നെ കിടന്ന് പരിശ്രമിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ വരമൊക്കെ മേടിച്ചതിനു ശേഷം ആ 2 അസുര സഹോദരന്മാരും കൂടി ലോകത്തെ മുഴുവനും ഉപദ്രവിക്കുവാൻ തുടങ്ങി. മഹർഷികളെ കൊല്ലാക്കൊല ചെയ്തു, ദേവന്മാരെ പീഡിപ്പിച്ചു, അങ്ങനെ അഷ്ടദിക്പാലകന്മാരെ എല്ലാം ഓടിച്ചു. അങ്ങനെ ദാരികൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ എല്ലാ ലോകങ്ങളും വിറയ്ക്കുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ അസുര ചക്രവർത്തിയായി അവന്, ദാനവൻ ഇളയ ചക്രവർത്തിയുമായി. അസുര നാരികളെ സ്വീകരിച്ചും പ്രാപിച്ചും സന്താനങ്ങളെ ഉണ്ടാക്കിയുമൊക്കെ ഇങ്ങനെ ദാരുകൻ കഴിഞ്ഞുകൂടുകയാണ്. എല്ലാവർക്കും അതിനുള്ള അവസരവും കൊടുത്തു. കാരണം വംശം വർദ്ധിക്കണം. അങ്ങനെ വംശം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അവരുടെ അഹങ്കാരം ഇങ്ങനെ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ചിട്ട് അസുരശില്പിയായ മയൻ തൻ്റെ മകളായ മനോദരിയെ ദാരികന് പത്നിയായി നൽകുകയും ചെയ്തു. മേരുപർവ്വതത്തിൻ്റെ ഉത്തരഭാഗത്ത് അന്തിമാളം എന്ന പർവ്വതത്തിൽ സർവത്ര സ്വർണമയങ്ങളായ മന്ദിരത്തോടു കൂടിയ ഒരു രാജധാനി മയൻ സൃഷ്ടിക്കുകയും അത് മരുമകന് കൊടുക്കുകയും ചെയ്തു. ദാരികനും മനോദരിയും എല്ലാവരും കൂടി അവിടെ പോയി സന്തോഷത്തോടു കൂടി താമസിക്കുവാനും തുടങ്ങി. ആ സമയത്ത് പാതാളത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന പല അസുരന്മാരും അവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അവർ സർവയാഗങ്ങളും തപസ്സുകളും മുടക്കി, ദേവന്മാരെ മലിനമാക്കി, ബദര്യാശ്രമം പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അടച്ചുപൂട്ടി, അവിടെ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന മുനിമാരെ ആട്ടിയോടിച്ചു. എന്തിനു പറയുന്നു, ശിവനെ പോലും ആക്ഷേപിച്ചു. ദേവലോകത്ത് പോയി ഇന്ദ്രൻ്റെ സിംഹാസനം അവർ തല്ലിത്തകർത്തു. മഹാവിഷ്ണുവിൻ്റെ അനുചരന്മാരെ ആക്ഷേപിച്ചു. കുബേരൻ്റെ അളകാപുരി വരെ അവരെന്തു ചെയ്തു, ആക്രമിച്ചു. അങ്ങനെ ദാരികൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെയായപ്പോൾ ത്രിമൂർത്തികളും ദേവന്മാരും ബ്രഹ്മർഷി മുഖ്യരും എല്ലാവരും കൂടിച്ചേർന്ന് എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ബ്രഹ്മദേവൻ താൻ നൽകിയ വരത്തെപ്പറ്റി പറയുന്നത്. അയോനിജയായ ഒരു സ്ത്രീക്ക് മാത്രമേ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മദേവൻ വരം നൽകുകയും ചെയ്തു. വരം കൊടുത്തുപോയി. അതുകൊണ്ട് വിഷ്ണുവിനോ ശിവനോ ഒന്നും തന്നെ ഇവരെ വധിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ 4 ദേവന്മാർ, അതായത് ഇന്ദ്രൻ, യമൻ, വരുണൻ, സുബ്രഹ്മണ്യൻ, ഈ 4 ദേവന്മാരുടെ അംശങ്ങൾ കൊണ്ട് 4, ത്രിമൂർത്തികളുടെ അംശത്താൽ 3, അങ്ങനെ 7 അംശങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച 7 സ്ത്രീകളെ ഒരു വലിയ പടയോടുകൂടി ദാരികനെ വധിക്കുന്നതിനായിട്ട് അവർ ദാരികൻ്റെ രാജധാനിയിലേക്ക് അയച്ചു. ദാരികനും 7 മാതാക്കൾ, അതാണ് സപ്തമാതാക്കൾ. സപ്തമാതാക്കളും തമ്മിൽ നടന്ന ആ യുദ്ധത്തിൽ മാതാക്കളും പടയും പരാജയപ്പെട്ടു. 7 ദിവസം ആ യുദ്ധം നീണ്ടുനിന്നു. അവർ പരാജയപ്പെട്ടു, സപ്തമാതാക്കൾ പരാജയപ്പെട്ടു എന്നുള്ള വിവരം നാരദർ ചെന്നിട്ട് എവിടെ പറയുന്നു, കൈലാസത്തിൽ ചെന്ന് ശിവനോട് പറയുന്നു. ഈ വാർത്ത കേട്ടതും മഹാദേവന് കോപമുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ബാലനേത്രത്തിൽ നിന്നും
കരാളരൂപിണിയും കാളമേഘഗാത്രിയും ഭീഭത്സവദനയുമായ ഒരു വീരാംഗന 8 ദിക്കും മുഴങ്ങുമാറ് ഗർജിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി വീണു. ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് ദേവി. കറുത്ത ശരീരത്തോടു കൂടിയ, ഭയപ്പെടുത്തുന്ന മുഖത്തോടു കൂടിയ ഒരു ഘോരരൂപിണി അംബിക. അങ്ങനെയുള്ള ഒരു അംബിക പുറത്തേക്ക് വരുന്നു. ദക്ഷയാഗം മുടക്കിയതിനു ശേഷം ഭദ്ര അപ്രത്യക്ഷയായിരുന്നു. ആ ഭദ്ര വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മഹാദേവൻ അരുളി ചെയ്തു, മകളെ, നീ ഇപ്പോൾ ഉത്ഭവിച്ചത് ലോകത്തിന് നാശമുണ്ടാക്കുന്ന ദാരികനെയും അവൻ്റെ അനുജനെയും വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അയോനിജയായ ഒരു വനിതയ്ക്ക് മാത്രമേ ആ ദുഷ്ടനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വരം ബ്രഹ്മദേവൻ അവന് നൽകിയിട്ടുണ്ട്. സപ്തമാതാക്കൾ പോയി അവനുമായി യുദ്ധം ചെയ്തു, പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മകളെ, നീ പോയി അവനെ വധിക്കുക. അവൻ്റെ ശിരസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ കാഴ്ചവെക്കണം. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് നൽകുന്നു. നീ ലോകത്തിൻ്റെ മാതാവാണ്. ധർമ്മം നിലനിർത്തണം. നീ എന്നും എല്ലാവർക്കും രക്ഷ നൽകുന്ന ഭദ്രയായി വാഴുക. നിനക്ക് ഭദ്രകാളി എന്ന നാമവും ഞാനിതാ നൽകുന്നു എന്ന് ശിവൻ തൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. ഇപ്രകാരം അനുഗ്രഹിച്ച് ഇന്ദുചൂടൻ മകളെ യാത്രയാക്കുന്നു. ആയുധമായി ഒരു വാളും ഭഗവാൻ പുത്രിക്ക് സമ്മാനിക്കുന്നു. പിതാവിനെ നമസ്കരിച്ച് ദേവി യാത്ര തിരിച്ചപ്പോൾ കോടാനുകോടി ശിവഭൂതങ്ങളും ഭദ്രയെ അനുഗമിച്ചു. വേതാളത്തെ തൻ്റെ വാഹനമായി ഭദ്രകാളി സ്വീകരിക്കുന്നു. അതിൻ്റെ പുറത്തു കയറി എണ്ണമറ്റ ശിവഭൂതങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു ഘോഷയാത്രയായി ദേവി അന്തിമാളത്തിൽ എത്തിച്ചേർന്ന് ദാരികനെ പോരിന് വിളിക്കുന്നു. ഒരു സ്ത്രീ യുദ്ധത്തിനു തയ്യാറായി വന്നിരിക്കുന്നു എന്നറിഞ്ഞ അസുരൻ അതിശയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. പിന്നീട് ഘോരമായ യുദ്ധമാണ് നടന്നത്. കാളിയും ദാരികനും. അതുപോലെ ഒരു യുദ്ധം അതിനു മുമ്പോ അതിനുശേഷമോ ലോകം കണ്ടിട്ടില്ല. ദാരികൻ്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഓരോ ദാരികൻ വീതം ജനിക്കുന്നത് കണ്ട് ഭദ്ര വേതാളത്തെ ഒന്ന് നോക്കുന്നു. ചോരയിൽ നിന്നും ജനിച്ച ഉപദാരികന്മാരെ മുഴുവനും കാളി കൊടുവാളിനാൽ വെട്ടിക്കൊന്നു. പിന്നീട് ദാരികനുമായി നടന്ന പോരാട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകി വരുന്ന ആ രക്തം വേതാളം അപ്പപ്പോൾ നാവുനീട്ടി നക്കി കുടിച്ചുകൊണ്ടിരുന്നു. രക്തം താഴെ വീഴാൻ വേതാളം സമ്മതിക്കുന്നില്ല. തന്മൂലം പുതിയ പുതിയ ദാരുകന്മാർ ഉണ്ടാകാതെയായി. കാളി ദാരിക യുദ്ധം പിന്നെയും രൂക്ഷമായി തന്നെ നടന്നുകൊണ്ടിരുന്നു. അവൻ്റെ സൈന്യങ്ങളും ശിവഭൂതങ്ങളും തമ്മിൽ വലിയ യുദ്ധം. ആ യുദ്ധത്തിൽ അവൻ്റെ പട, അതായത് അസുരൻ്റെ പട നിശേഷം നശിച്ചു. അങ്ങനെ അതിഘോരമായ വിധം പോരാട്ടം നടക്കുന്നതിൻ്റെ ഇടയിൽ ദാരികൻ്റെ പത്നിയായ മനോദരി തനിക്ക് വൈധവ്യം സംഭവിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി ദുർഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് അതികഠിനമായ ഗൗരീവ്രതം ആ സമയത്ത് ആചരിച്ചു. 3-ാം ദിവസം പാർവതീദേവി പ്രത്യക്ഷപ്പെട്ട് മറ്റൊന്നും ആലോചിക്കാതെ ശത്രു നിഗ്രഹത്തിന് വേണ്ടി ഒരു പിടി മസൂരി വിത്ത് ദാനം ചെയ്യുകയും ചെയ്തു. ഇതു നീ ആരുടെ നേർക്കെറിയുന്നുവോ അവൻ
മസൂരി രോഗത്താൽ മരണപ്പെടുകയോ മരിച്ചതിന് തുല്യമായി തീരുകയോ ചെയ്യുമെന്ന് അംബിക പറയുകയും ചെയ്തു. എന്തു ചെയ്യാം? ഒരു വശത്ത് മഹാദേവന്റെ ആജ്ഞപ്രകാരം അതികഠിനമായ യുദ്ധം ചെയ്യുകയാണ് പുത്രി, മറുവശത്ത് അമ്മ വരം കൊടുക്കുന്നു. അങ്ങനെ മനോദരി ആ വിത്ത്, അതായത് മസൂരി എന്ന രോഗത്തിൻ്റെ വിത്ത്, നമ്മളിപ്പോൾ പറയുന്ന മസൂരി, ആ വിത്ത് ആരും കാണാതെ പടക്കളത്തിൽ അല്പം അകലത്തിൽ നിന്നുകൊണ്ട് ഭദ്രകാളിയുടെ നേർക്ക് എറിയുന്നു. പെട്ടെന്ന് തന്നെ ദേവിക്ക് ഒരു തളർച്ച വരുന്നു, പനി വരുന്നു. ദേഹമാസകലം മുളച്ച കുരുക്കളുടെ വേദനയാൽ ദേവി കഷ്ടപ്പെടുകയാണ്. ഭദ്രയുടെ അവശത കണ്ട് ശിവഭൂതങ്ങൾ കൈലാസത്തിലേക്ക് ഓടിപ്പോയി മഹാദേവനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അദ്ദേഹം ഉമാദേവിയെ വിളിക്കുന്നു. എന്നിട്ട് കഠിനമായ രീതിയിൽ ദേവിയെ വഴക്കു പറയുന്നു. പാർവതി, നീ നിന്റെ മകളെ ദ്രോഹിക്കുവാനും ഈ ലോകത്തെ പീഡിപ്പിക്കുവാനും ആ രോഗത്തിൻ്റെ വിത്ത് ദാനം ചെയ്തു. കാളി ആരാണ്? എൻ്റെ പുത്രി. എൻ്റെ പുത്രി എന്നാൽ നിന്റെയും പുത്രിയല്ലേ? ദക്ഷയാഗത്തിൽ നീ സതിയായിരുന്ന കാലത്ത് ദക്ഷന്റെ അഹങ്കാരമടക്കുവാൻ അവൾ എന്നിൽ നിന്നും ഉദയം ചെയ്തു. ഇപ്പോൾ ദാരുകനെ വധിക്കുന്നതിന് വേണ്ടി അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നിന്റെ തന്നെ മറ്റൊരു രൂപമാണ് ഭദ്ര, അത് നീ മനസ്സിലാക്കൂ എന്ന് ദേഷ്യത്തോടു കൂടി ഭഗവാൻ ഭഗവതിയെ വഴക്കു പറയുന്നു. കാര്യമറിയാതെ തനിക്ക് പറ്റിപ്പോയ അബദ്ധത്തെക്കുറിച്ചോർത്ത് പർവ്വതനന്ദിനിയായ പാർവതി വിഷമിക്കുകയാണ്. ഈ ആപത്തിൽ നിന്നും തൻ്റെ പുത്രിയെ എങ്ങനെ മോചിപ്പിക്കണമെന്ന് ദേവി ആലോചിച്ചു. മന്ത്രശക്തിയും ദിവ്യത്വവുമുള്ള ഒരു മൂർത്തി ഉണ്ടാകേണമേ എന്ന് ധ്യാനിച്ചുകൊണ്ട് ഉമാദേവി ഭഗവാന്റെ കണ്ഠത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ദേവിക്ക് വിഷമമായി. ദേവിയുടെ പ്രാർത്ഥന ഫലിച്ചു. തൽക്ഷണം ഒരു മൂർത്തി തിരുനീലകണ്ഠൻ്റെ കണ്ഠനാളത്തിൽ നിന്ന് ജനിക്കുകയും അദ്ദേഹത്തിൻ്റെ കർണത്തിൽ കൂടി ചെവിയിൽ കൂടി പുറത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ തന്നെ അത് വളർന്ന് വലുതായി. ആ മൂർത്തിയിൽ ഒരു ദിവ്യമായ പ്രഭ വിലയം ചെയ്തു നിൽക്കുകയും ചെയ്തു. ഉണ്ണി, നീ ഉടൻ തന്നെ ദാരികന്റെ കോട്ടയായ അന്തിമാളത്തിൽ ചെന്ന് അവിടെ യുദ്ധം ചെയ്തു തളർന്നു നിൽക്കുന്ന ഭദ്രകാളിയുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള മസൂരി കുരുക്കളെ നശിപ്പിക്കണം. അതിനുള്ള മന്ത്രശക്തിയും ദിവ്യശക്തിയും ഞാനിതാ നിനക്ക് ദാനം ചെയ്യുന്നുവെന്ന് ശിവൻ അരുളി ചെയ്തു. ഭഗവാന്റെ കണ്ഠത്തിൽ ജനിച്ച് കർണത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ആ ദേവന് കണ്ഠാകർണൻ എന്നുള്ള പേര് ലഭിക്കുകയും ചെയ്തു. തൽക്ഷണം തന്നെ കണ്ഠാകർണൻ പടക്കളത്തിലെത്തി ഭദ്രകാളിയുടെ ശരീരത്തിലുള്ള മസൂരി കുരുക്കളെയും രോഗത്തെയും തടവി ആശ്വസിപ്പിച്ചു. സഹോദരിയുടെ സ്ഥാനമുള്ളതുകൊണ്ട് മുഖത്ത് തടവുന്നത് ശരിയല്ല എന്നു കരുതി മുഖത്തുള്ള കുരുക്കൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നും അത് ഭദ്രകാളിക്ക് ഒരു അലങ്കാരമായി തന്നെ തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിമേൽ ഭദ്രയെ സേവിക്കുന്നവർക്കും എന്നെ പൂജിക്കുന്നവർക്കും മസൂരി രോഗം മൂലമുള്ള ആപത്ത് ഉണ്ടാവുകയില്ല എന്നും കണ്ഠാകർണൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ലോകത്തിൽ മസൂരിയുടെ ദേവത താനാണ് എന്നും തന്നെ ഭജിച്ചാൽ ഈ രോഗം ബാധിക്കുന്നതല്ല എന്ന് ദേവിയും അരുളി ചെയ്യുകയും ചെയ്തു. ഭദ്രകാളി അങ്ങനെ സുഖം പ്രാപിച്ചു. അതിനുശേഷം പൂർവാധികം ശക്തമായി
യുദ്ധം തുടങ്ങി. ദാരികൻ തോറ്റു ഓടാൻ തുടങ്ങി. ആ സമയത്ത് ദേവി തൻ്റെ കറുത്ത തലമുടി അഴിച്ചിട്ടു. ആ തലമുടി കൊണ്ട് സൂര്യനെ മറയ്ക്കുകയും അതോടുകൂടി ദിക്കെങ്ങും ഇരുട്ടായി തീരുകയും ചെയ്തു. അങ്ങനെ കുറ്റാക്കുറ്റ് ഇരുട്ട്. അതോടുകൂടി ദാരികനും ദാനവനും കുഴഞ്ഞു. എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടേണ്ടത് എന്നറിയാതെ അവരങ്ങ് പകച്ചുപോയി. ആ സമയം ഭദ്ര ദാരികനെ പിടിച്ച് തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് തൻ്റെ കൊടുവാളിനാൽ അവൻ്റെ കഴുത്ത് അറക്കുകയും അവൻ്റെ ശിരസ് കയ്യിലെടുക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ദാനവനെയും വധിക്കുകയും ചെയ്തു. അതിനുശേഷം അഴിഞ്ഞുകിടന്ന തൻ്റെ തലമുടി ദേവി കെട്ടിവെച്ചു. അതോടുകൂടി എങ്ങും വെളിച്ചം വ്യാപിച്ചു. അപ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന കുറച്ച് അസുരന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഓടിപ്പോവുകയും ചെയ്തു. ശിവഭൂതങ്ങൾ ദാരികൻ്റെ കോട്ടമതിലുകളും അവൻ്റെ കൊട്ടാരങ്ങളുമെല്ലാം തല്ലി തകർക്കുകയും ചെയ്തു. ദാരികൻ്റെ വധം കണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും മഹർഷിമാരും എല്ലാവരും ആനന്ദ നൃത്തം ആടി പുഷ്പവൃഷ്ടി ചെയ്തു. പിന്നീട് ദേവി ഈ ദാരികൻ്റെ കുടൽമാലയൊക്കെ എടുത്ത് കഴുത്തിലണിഞ്ഞു. അതിനുശേഷം ഈ അസുരൻ്റെ ശിരസും കയ്യിലെടുത്തുകൊണ്ട് അച്ഛനോട് പറഞ്ഞ വാക്കു പാലിക്കുന്നതിനായി നേരെ കൈലാസത്തിലേക്ക് പോകുന്നു. പിതാവിൻ്റെ തിരുമുൽ കാഴ്ചയായി ഈ ദാരികൻ്റെ ശിരസ് കൊടുവാളിനാൽ വെട്ടിമാറ്റിയ ദാരികൻ്റെ ശിരസ് അംബിക വെക്കുന്നു. ഭഗവാൻ തൻ്റെ മകളെ വാത്സല്യപൂർവം തഴുകി അനുഗ്രഹിക്കുന്നു. ദേവിയും പുത്രിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: നീ എന്നും മംഗളദായിനിയായി തീരട്ടെ എന്ന് പാർവതീദേവി തൻ്റെ മകളായ ഭദ്രകാളിയെ അനുഗ്രഹിക്കുന്നു. നിന്റെ രൂപം കളമെഴുതി പൂജിക്കുന്നവർക്കും നിന്റെ അപദാന മഹാത്മ്യങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നവർക്കും സർവമംഗളങ്ങളും സിദ്ധിക്കുമെന്നും നീ ലോകത്തിലെ അധർമ്മനാശിനിയായും ഭവാനിയായും കീർത്തിക്കപ്പെടുമെന്നും മഹേശ്വരനും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ ലോകത്തിനു മംഗളം നൽകുന്നതിനായി, ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി അംബികയായി സർവമംഗള സ്വരൂപിണിയായി ഭദ്രകാളി വിളങ്ങുന്നു. അങ്ങനെയുള്ള ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഭരണി നക്ഷത്ര ദിവസങ്ങൾ. പ്രത്യേകിച്ച് കുംഭമാസത്തിലെ ഭരണിയും മീനമാസത്തിലെ ഭരണിയുമൊക്കെ തന്നെ. ദാരികന്റെ ശിരസ്സു കൊയ്ത ഘോരരൂപിണി അംബിക, ഇല്ലേ? നമ്മൾ ആ പാട്ട് കേട്ടിട്ടുണ്ട്, ഇല്ലേ? ധാരാളം കേട്ടിട്ടുള്ള ഒരു പാട്ടാണത്. ആ ദാരിക വധമാണ് ഭാഗവതത്തിൽ ഇങ്ങനെ വർണ്ണിക്കുന്നത്. എത്ര പേർക്ക് ഇതിനു മുമ്പ് ഈ ദാരിക വധം അറിയാമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. തൻ്റെ കൊടുവാളിനാൽ കഴുത്തുവെട്ടി കൊല്ലുകയായിരുന്നു അംബിക. ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇല്ലേ ഭദ്രകാളിയെ പ്രാർത്ഥിക്കും, അല്ലേ? അതാണ് ഈ രോഗത്തിൻ്റെ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ സർവമംഗളദായകിയായ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ സകല വിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എല്ലാ തടസ്സങ്ങളും മാറ്റി നമ്മളെ അനുഗ്രഹിക്കുകയും സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നിത്യവും എന്നതുപോലെ തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കണം. അംബികയെ മനസ്സറിഞ്ഞു വിളിച്ചാൽ നല്ല കാര്യത്തിനായിരിക്കണം. മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടിയാകരുത്. നമുക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടി, നമുക്ക് ആപത്തുകളൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടി ഭഗവതി രക്ഷിക്കണമേ, എനിക്ക്
എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ തന്നെ സ്വസ്ഥവും സമാധാനവുമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ധർമ്മം രക്ഷിക്കുന്നതിന് വേണ്ടി ദേവി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവിയെ പൂജിക്കാം. കഠിന പായസം അല്ലെങ്കിൽ കടും പായസം നൈവേദ്യമായി സമർപ്പിക്കാം. രക്തപുഷ്പാഞ്ജലി, ഗുരുതി അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ക്ഷേമകരമാണ്. ഇനി നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കുന്നതിനായിട്ടുള്ള ഒരു നാമം അത് നോക്കാം. ഈ നാമം ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ദിവസവും എന്നതുപോലെ തന്നെ ഈ നാമം നമുക്ക് ജപിക്കാവുന്നതാണ്. 5 തിരിയിട്ട് നെയ്വിളക്ക് തെളിയിച്ച് ആ നെയ്വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഓം ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹാ സ്വാധ നമോസ്തുതേ. ഓം ജയന്തി മംഗളാകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹാ സ്വാധ നമോസ്തുതേ. ഈ നാമം ഏറ്റവും കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിച്ച് നെയ്വിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ശുദ്ധമായിരിക്കുന്ന അവസരങ്ങളിൽ, അതായത് പീരീഡ്സ് ഒന്നും ഇല്ലാത്ത സമയങ്ങളിൽ, പുലയും ബാലായ്മയും ഒന്നുമില്ലാത്ത അവസരങ്ങളിൽ, വിളക്കു തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന എല്ലാ സമയങ്ങളിലും ഈ നാമം ജപിക്കാവുന്നതാണ്. വളരെ വളരെ ശക്തിയുള്ള ഒരു നാമമാണിത്. നിരന്തരം ഈ നാമം ജപിച്ച് ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങളും നമ്മളെ ബാധിക്കുകയില്ല. എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാവുകയും ദേവിയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. ഏറ്റവും കുറഞ്ഞത് 21 തവണ, 108, 1008 തവണയൊക്കെ തന്നെ നമുക്ക് ജപിക്കാവുന്നതുമാണ്. എല്ലാവർക്കും ദാരിക വധം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദാരികൻ്റെ വധത്തെ പറ്റിയിട്ടുള്ള പാട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എത്ര പേർക്ക് കഥ അറിയാമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരിക്കുക. കുംഭമാസത്തിലെ ഭരണി മറന്നു പോകാതെ ഇരിക്കുക. ഹരേ കൃഷ്ണ.